ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സോളിൻ്റെ പ്രസൻസ് നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്നുള്ളൊരു കണ്ടെത്തലാണ്. അതായത് ആ ഒരു സോളിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടാണോ വരുന്നത്, അതല്ലെങ്കിൽ നെഗറ്റീവായിട്ടാണോ വരുന്നത് എന്നൊരു റീഡിംഗ് ആണ്. ഓർക്കുക, ഇതൊരു പേഴ്സണൽ റീഡിംഗ് അല്ല, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് 100% റെസനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം റീഡിംഗ് കാണുവാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള സോളിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിൽ ഈ ഒരു സമയത്തുണ്ടോ നമുക്ക് നോക്കാം. 4 ഓഫ് സോർഡ്സ്, Ace of Cups, Sun, Ace of Wands, Queen of Wands. ഓക്കെ, നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ആദ്യം ഇവിടെ 4 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ് കിട്ടുന്നത്. അതായത് ഈ ഒരു അടുത്ത സമയത്തായിട്ട് നിങ്ങളിൽ പല വ്യക്തികൾക്കും വിശ്വാസം വർദ്ധിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് സമയം ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ അതായത് അധികം ആരോടും മിണ്ടാതെ നിങ്ങളുടേതായ ഒരു ലോകത്ത് ഒന്ന് ശാന്തിയായിട്ടിരിക്കണം, ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സോളിൻ്റെ, അതായത് നിങ്ങൾക്ക് പോസിറ്റീവ് നൽകുന്ന ഒരു സോളിൻ്റെ പ്രസൻസ് കൂടി ഈ ഒരു സമയത്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അതായത് ഇവിടെ ഒരു ഫീമെയിൽ എനർജി കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു ഭൂമിയിൽ നിന്നും പോയൊരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു പൂർവികരുടെ എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വളരെയധികം, ഒരു പക്ഷെ നിങ്ങളുടെ അമ്മയായിരിക്കാം, അതല്ലെങ്കിൽ അമ്മയെപ്പോലെ നിങ്ങൾ കാണുന്ന മറ്റേതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കാം. ഒരു സ്ത്രീയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു വ്യക്തിയുടെ ഒരു സാന്നിധ്യം നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു വ്യക്തി, ഈ ഒരു സോളിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് കൂടുതലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം കൊണ്ടുവരുന്ന എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഇവർ നിങ്ങളെ കൂടുതൽ നല്ല രീതിയിൽ നിങ്ങൾ നല്ല രീതിയിലാകണം, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കണം, അതായത് നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു സോളിൻ്റെ ഒരു സാന്നിധ്യമാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വീട്ടിൽ കാണുന്നത്. കൂടാതെ ഒരു ഏസ് ഓഫ് വൺസിൻ്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഒരുപക്ഷെ നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മനസ്സിൽ ആലോചിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ എന്തോ ഒരു മടി കാരണം നിങ്ങൾ അത് ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാം എന്നുള്ളൊരു ചിന്തയിലൊക്കെ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങൾ മനസ്സിൽ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത്, അതിലൊരു ആക്ഷൻ എടുക്കണം എന്ന് ഈ ഒരു സോൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ആ ഒരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നന്മയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ക്യൂൺ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് കിട്ടുന്നത്. അതായത് ഈ ഒരു വ്യക്തി, ഈ ഒരു സോളിൻ്റെ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഇവർ ഈ ഒരു ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് മറ്റുള്ളവരെ, അതായത് ഒരു പക്ഷേ ഇവരൊരു ടീച്ചർ ആയിരുന്നിരിക്കാം, അതല്ലെങ്കിൽ മറ്റുള്ളവരെ നയിക്കുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, പെട്ടെന്ന് ഇവരുടെ സംസാര രീതി മറ്റുള്ളവരെ വളരെയധികം ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട്. വളരെയധികം പക്വതയുള്ള ഒരു വ്യക്തിയുടെ എനർജി കാണിക്കുന്നുണ്ട്. അതായത് ഇവരുടെ സംസാരം കാരണം മറ്റുള്ള വ്യക്തികൾ ഹീലായിരുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതായത് ഇവർ ജീവിച്ചിരുന്ന സമയത്ത് എല്ലാ വ്യക്തികൾക്കും, അതായത് ഇവർക്ക് ചുറ്റുമുള്ള എല്ലാ വ്യക്തികൾക്കും ഇവരെ വളരെയധികം ഇഷ്ടമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വളരെയധികം പ്രിയപ്പെട്ടതായിരുന്നു. ഇവരുടെ നഷ്ടം നിങ്ങളെ ഒരു സമയത്ത് വളരെയധികം വേദനിപ്പിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ ഒരു നഷ്ടം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ ഈ ഒരു സോള് പറയുന്നത്, ഇവരെക്കുറിച്ച് നിങ്ങൾ അധികം ചിന്തിക്കേണ്ട, ഇവർക്കായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ മതി. പകരം നിങ്ങളുടെ ജീവിതത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നാണ് ഈ ഒരു സോള് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, നിങ്ങളുടെ വീട്ടിലൊരു സോളിൻ്റെ സാന്നിധ്യം കാണിക്കുന്നുണ്ട്.
പക്ഷെ അത് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സോളല്ല, പകരം നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു സോളിൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആരാണോ അത് നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് ആരാണോ വന്നത്, ആ ഒരു വ്യക്തിക്കായിട്ട് നിങ്ങൾ നല്ലതുപോലെ ഒന്ന് പ്രാർത്ഥിക്കുക, അവർക്കായിട്ട് ദീപം കൊളുത്തുക. ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.